എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 256 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് പ്രൈം ഫാക്ടറൈസേഷനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഈ ചാനലിലെ, അതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. ഇവിടെ തന്നിട്ടുള്ളത് 256 ആണ്. അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 256 എന്ന് പറയുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ തന്നിട്ടുള്ള നമ്പറിനെ പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ എന്തെല്ലാമാണ് പ്രൈം നമ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പം 2, 3, 5, 7, 11 അങ്ങനെ എക്സെട്ര ആണ്. ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എക്സെട്ര. 11 കഴിഞ്ഞിട്ട് കുറേ ഉണ്ട് പ്രൈം നമ്പേഴ്സ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നതാണ്. അത് അവസാനം കിട്ടുന്നത് ഒരു പ്രൈം 1 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. അതുവരെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 256 ആണ്. അപ്പം 256ന് ഒരു പ്രൈം നമ്പർ യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്കിവിടെ ഈ കിട്ടിയിട്ടുള്ള 256 എന്ന് പറയുന്നത് ഒരു ഓഡാണോ ഈവൺ ആണോ എന്ന് ആദ്യം നോക്കണം. അപ്പം ഇതെങ്ങനെ ഓഡാണോ ഈവൺ ആണോ നോക്കുക. ഇവിടെ ലാസ്റ്റുള്ള നമ്പർ നോക്കിയാൽ മതി, അതായത് 6. അപ്പം നമുക്കറിയാം ഈവൺ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0, 2, 4, 6, 8 അങ്ങനെ പോകുന്നു. 0, 2, 4, 6, 8 അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട്. അടുത്തതായിട്ട് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 3, 5, 7, 9 എക്സെട്ര. അപ്പോൾ ഇവിടെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6 നോക്കിയാൽ തിരിയും. ഇതാ ഇവിടെ ഈവൺ 6. അപ്പം ഇതൊരു ഈവൺ നമ്പറാണ്. 256 ഒരു ഈവൺ നമ്പറാണ്. അപ്പം ഈവൺ നമ്പർ ഡിവൈഡ് ചെയ്യാൻ കിട്ടിയാൽ ഇഫ് ഇറ്റ് ഈസ് എ ഈവൺ നമ്പർ ഡിവൈഡ് ഇറ്റ് ബൈ 2. നമുക്ക് ഒരു പ്രൈം നമ്പേഴ്സിനെ യൂസ് ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ. അപ്പം ഈ പ്രൈം നമ്പേഴ്സിൽ 2 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പറാണ് നമുക്കറിയാം. അപ്പം നമുക്ക് സ്മോളസ്റ്റ് പ്രൈം നമ്പറാണ് 2, അതും ഒരു ഈവൺ കൂടിയാണ്. അതുകൊണ്ട് നമുക്കിത് വേഗം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ 2 എഴുതുന്നു. 2 എഴുതി. അപ്പം 2 ഡിവൈഡ് ചെയ്യുക. അപ്പം 1 കിട്ടി. 1 × 2 2 ആണ്. ഇനി 2ഉം 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് 5ന്ന് 1 മൈനസ് ചെയ്യുക, അതായത് 5നെ 4 ആയിട്ട് കാണുക. അപ്പം 2 2s are 4 കിട്ടി. 2 2s are 4. അപ്പം ഈ 4 + 1 ആണല്ലോ 5. അപ്പോൾ ആ ഒരു 1 ഇവിടെ കൊടുക്കാം, ഈ 6ൻ്റെ അടുത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 16 ആയി. അപ്പം നമുക്ക് നോക്കാം 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയാണ് 16 വരുന്നത്? 8 2s are 16 ആണ്. അപ്പം നമുക്ക് ഇവിടെ 8ഉം കൊടുക്കാം. അപ്പം സ്റ്റിൽ ഇത് 8 ആണ് അവസാനം വരുന്നത്. അപ്പം ഇതും ഒരു ഈവൺ നമ്പറാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2 യൂസ് ചെയ്തിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമ്മൾ 2 വീണ്ടും കൊടുക്കുന്നു. 2 വീണ്ടും കൊടുത്തപ്പോൾ നമുക്കിതിന് 12 ആയിട്ട് കാണാം. അപ്പം 12 എവിടെയാണ് കിട്ടുന്നത്? 6 2s are 12. അപ്പോൾ നമുക്കിവിടെ 6 കൊടുക്കാം. 6 2s are 12 കിട്ടി. നെക്സ്റ്റ് ഇവിടെയുള്ള 8 ആണ്. 4 2s are 8. 4 2s are 8. അപ്പോൾ നമുക്ക് 64 കിട്ടി. 64 എന്ന് പറയുന്നതും ഒരു ഈവൺ നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റിൽ 2 യൂസ് ചെയ്യാം ഇത് ഡിവൈഡ് ചെയ്യാൻ. 2 കൊടുത്തു. അപ്പോൾ നമുക്കറിയാം 3 2s are 6 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ 3 കൊടുക്കാം. 2 2s are 4 ആണെന്നറിയാം. അതുകൊണ്ട് 2 കൊടുക്കാം. അപ്പോൾ 32 കിട്ടി. ഇത് ഇവിടെ ലാസ്റ്റ് നമ്പർ 2 ആയ ഒരു ഈവൺ നമ്പറാണ്. സോ സ്റ്റിൽ ഒരു ഈവൺ നമ്പറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമുക്ക് 2 തന്നെ യൂസ് ചെയ്യാം. അപ്പം 3 2നെ കൊണ്ട് ഡിവൈഡ് ആവില്ല. സോ 3 നമുക്ക് 2 ആയിട്ട് കാണാം. അപ്പം 1 2 is 2. ഇവിടുന്ന് 2 + 1 3 ആണ്. അപ്പോൾ 3 കിട്ടാനുള്ള ഒരു 1 നമുക്ക് ഇവിടെ 2ൻ്റെ അടുത്ത് കൊടുക്കാം. അപ്പം ഇത് 12 ആയി. അപ്പം 12 എവിടെയാണ് കിട്ടുന്നത്? 6 2s are 12 ആണ്. അപ്പം ഇത് 6 കൊടുക്കുക. സ്റ്റിൽ ഒരു ഈവൺ നമ്പറാണ്. സോ 2 കൊടുക്കുന്നു. നമുക്കറിയാം 16 ആണ് കിട്ടിയിട്ടുള്ളത്. 8 2s are 16 ആണ്. അപ്പോൾ ഇവിടെ 8 കൊടുക്കാം. ഈവൺ നമ്പറാണ്. അപ്പം ഇവിടെ വീണ്ടും 2 കൊടുക്കുന്നു. 4 2 2s are 4. 2 കൊടുക്കുന്നു. ഇനി 2 2s are 4 ആയി. അപ്പം ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ കിട്ടിയ 256 ഇവിടെ എഴുതുക. 256 ഈക്വൽ ടു
ഈ നമ്പേഴ്സൊക്കെ ഈ യൂസ് ചെയ്തിട്ടുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാം ഡിവൈഡ് ചെയ്യാൻ കിട്ടിയിട്ടുള്ള യൂസ് ചെയ്ത പ്രൈം നമ്പേഴ്സ് എല്ലാം എടുത്തെഴുതുക. 1 2 3 4 5 6 7 8 നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 1 2 3 4 5 6 7 8. അപ്പം യൂസ് ചെയ്തിട്ടുള്ള എല്ലാ 2 നമ്മളിവിടെ എടുത്തെഴുതി. ഇനി നമുക്കിത് പെയേഴ്സ് ആക്കാം. ഇതൊരു പെയർ, ഇതൊരു പെയർ, ഇതൊരു പെയർ, ഇതൊരു പെയർ. അതായത് ഇങ്ങനെ എഴുതാം. 2 ഇൻറ്റു 2, അതായത് ഇതൊന്ന് 1 ഇൻറ്റു 2 ഇൻറ്റു 2, ഇതും ഓക്കെ. വോൾ സ്ക്വയർ ഇടാം. വോൾ സ്ക്വയർ, അതായത് ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഈ സ്ക്വയർ എടുത്തിട്ട് ഇപ്പുറത്ത് ഇവിടെ 256 ഉണ്ട്. ഈ സ്ക്വയർ നമ്മൾ ഇപ്പുറത്തുള്ള 256 കൊടുക്കുമ്പോൾ അത് റൂട്ടായി മാറുന്നു. റൂട്ട് 256 ആയി. റൂട്ട് 256 ആകുമ്പോൾ ഈ ബ്രാക്കറ്റും സ്ക്വയറും പോയി, ഇപ്പുറത്തേക്ക് റൂട്ടായിട്ട് വന്നു. ഇനി 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഈക്വൽ ടു 16 ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളത്. റൂട്ട് 256 ഈക്വൽ ടു 60. അതായത് റൂട്ട് 256 എന്ന് പറയുമ്പോൾ 256ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 16 ആണ് എന്നാണ് അർത്ഥം. അതായത് 16 സ്ക്വയർ ഈക്വൽ ടു 256 ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഡൗട്ട് തോന്നും, ഈ 16 സ്ക്വയർ 16 ഇൻറ്റു 16 ശരിക്കും 256 തന്നെയാണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതായത് 16 ഇൻറ്റു 6 6 are 36, 166 6 7 8 9 ഇവിടെ 0 കൊടുക്കുന്നു. 166 6 1 1 is 1 6 9 plus 6 5 2 256 കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണ്, ആൻസർ ശരിയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫസ്റ്റ് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഡീറ്റെയിൽഡ് വീഡിയോ ഓഫ് പ്രൈം ഫാക്ടറൈസേഷൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.